ഇനി കല്ലട്ര മാഹിനാജി അദ്ദേഹം അവിടെ വലിയ പോരാട്ടം നടത്തി. അവിടെ ഇടയ്ക്ക് വോട്ടെണ്ണൽ ഒരു ഘട്ടത്തിൽ BJP സ്ഥാനാർത്ഥി ആദ്യം വരെ നമ്മൾ കണ്ടതാണ്. കടുത്ത പോരാട്ടം. ഇപ്പം കാസർഗോഡ് നിന്ന് ജയിച്ചു വന്ന ആൾക്കാരൊക്കെ കടുത്ത മത്സരത്തിൽ ജയിച്ചു വന്നതാണ്. 67കാരൻ കല്ലട്ര മാഹിനാജി ലീഗിൻ്റെ സ്ഥാനാർത്ഥി മത്സരിച്ച് ജയിച്ചു വരികയാണ് കല്ലട്ര മാഹിനാജി. കാസർഗോഡിലെ സാമാജികൻ കല്ലട്ര മാഹിനാജി ഇതാ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നുണ്ട്. കല്ലട്ര മാഹിനാജി കഴിഞ്ഞാൽ വരുന്നത് P. മമ്മിക്കുട്ടിയാണ്. കല്ലട്ര മാഹിനാജി അങ്ങോട്ടേക്ക് പോഡിയത്തിലേക്ക് എത്തുന്നു സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി. കല്ലട്ര മാഹിൽ നിന്ന് ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. ദൈവനാമത്തിലാണ് കല്ലട്ര മാഹിൻ്റെ സത്യപ്രതിജ്ഞ. കാസർഗോഡ് നിന്ന് ജയിച്ചു വന്ന ലീഗ് MLA-മാരൊക്കെ കടുത്ത പോരാട്ടം നടത്തി. മലപ്പുറത്തെ സേഫ് സീറ്റുകളിൽ മത്സരം ജയിക്കുന്ന പോലെ ആയിരുന്നില്ല, കടുത്ത പോരാട്ടം നടത്തി ജയിച്ചു വന്നവരാണ്. അപ്പോൾ കാസർഗോഡിന് മന്ത്രിസ്ഥാനം ഉണ്ടാവുന്നില്ല എന്നുള്ളത് നിരാശാജനകമാണ്. നമ്മൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോകുമ്പോൾ കാസർഗോട്ടുകാർ കുറേയധികം പേർ അവർ നമ്മളോട് നേർക്കുനേർവെന്ന് പറഞ്ഞു. കാസർഗോഡ് മാത്രമല്ല കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിലെ ആളുകൾ നമ്മളോടൊന്ന് പറഞ്ഞതാണ്. കല്ലട്ര മാഹിനാജി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അദ്ദേഹം സ്ഥാനാർത്ഥി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവിടെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും മികച്ച പോരാട്ടം നടത്തുകയും വലിയ വിജയം കാസർഗോഡ് നിന്ന് ജയിച്ച് കാസർഗോഡിന് MLA ആയി വരികയാണ് കല്ലട്ര മാഹിനാജി. കല്ലട്ര മാഹിനാജിക്ക് ശേഷം എത്തുന്നത് P. മമ്മിക്കുട്ടിയാണ്. ഷൊർണൂരിന്റെ ജനനായകനായി ഈ ഒരു തരംഗത്തിനിടയിലും ജയിച്ച CPIM-ന്റെ സ്ഥാനാർത്ഥിയാണ്. 74 വയസ്സുകാരനാണ്. അങ്ങനെ ഷൊർണൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാനായി അല്പസമയത്തിനകം ആ പോഡിയത്തിലേക്ക് എത്തും. അദ്ദേഹം ആ പോഡിയത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഷൊർണൂരിന്റെ ജനപ്രതിനിധിയായി P. മമ്മിക്കുട്ടി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുകയാണ്. സൗമ്യമുഖമാണ്, സാത്വികമുഖമാണ്. ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയത്തിന്റെ വാക്ക് മുഖിടമായി നമ്മൾ കേട്ടിട്ടില്ല. 74 ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. KSUവിൻ്റെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് മമ്മിക്കുട്ടി. KSKTUവിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത പാർട്ടി പദവികളിലൊക്കെ വഹിക്കുന്ന ആളാണ് 74കാരനായ P. മമ്മിക്കുട്ടി. നേരത്തെ പറഞ്ഞതുപോലെ UDF-ന്റെ വലിയ തരംഗത്തിലും ഷൊർണൂരിൽ നിന്ന് വിജയിച്ച് കയറുകയാണ്. 10ഓളം ജനകീയനാണ് P. മമ്മിക്കുട്ടി. നിയമസഭയിൽ ഇത് ആദ്യമല്ല, രണ്ടാം തവണയാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. പറയുന്ന പോലെ മൃദുഭാഷിയായ നേതാവാണ്. ഷൊർണൂരിന്റെ ഇത്തവണയും പ്രതിനിധീകരിക്കാനായി ഷൊർണൂരിലെ ജനങ്ങൾ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് P. മമ്മിക്കുട്ടിക്ക് വേണ്ടിയാണ്. 74കാരനായ P. മമ്മിക്കുട്ടി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. കാപ്പൻ മണി സി കാപ്പൻ വരികയാണ്. പാലയുടെ MLA ആയി മണി സി കാപ്പൻ ഇക്കുറി അവിടെ നേരത്തെ ജോസ് കെ മാണി UDF-ലേക്ക് വരും ചർച്ച നടക്കുമ്പോഴൊക്കെ പാല വിട്ടുവിടുന്നതിന് പ്രശ്നമില്ല എന്ന നിലപാട് സ്വീകരിച്ചാണ്. പാലയെ വളരെ വൈകാരികമായി കാണുന്ന മണി സി കാപ്പൻ ഇക്കുറി പക്ഷേ പ്രചരണത്തിൽ കുറച്ച് പിന്നിൽ പോയി എന്നൊക്കെയുള്ള സംഭവത്തിൽ ജയിച്ചു. Elected as a member of the Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. അപ്പോൾ കോഴിക്കോട് സൗത്തിലെ നിയമസഭാ സാമാജികനായ ഫൈസൽ ബാബുവിന് ശേഷം ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിരിക്കുകയാണ് മണി സി കാപ്പൻ. പാലായുടെ മാണിക്യമെന്നൊക്കെ പറഞ്ഞുള്ള പ്രചാരണമായിരുന്നു. എന്തായാലും ഇത്തവണയും ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തി 2990-ലേറെ 30,000-അടുത്ത വോട്ടുകൾക്കാണ് വലിയ ഭൂരിപക്ഷത്തിലാണ് തോപ്പിച്ച് പാലായിൽ നിന്ന് തുടർച്ചയായി മൂന്നാം തവണ മണി സി കാപ്പൻ ഒരു ബൈ ഇലക്ഷനിൽ ജയിച്ചു തുടങ്ങിയതാണ്. പിന്നീട് അങ്ങോട്ട് 3 തവണ അടുപ്പിച്ച് ജയിച്ച് പാലായിൽ നിന്നും മണി സി കാപ്പൻ പാലായെ സ്വന്തമാക്കുന്നു. മനോജ് മുത്തടൻ വ്യവസായം ഒക്കെ കൂടിയാണ് മണി സി കാപ്പൻ. പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു യൂത്ത് ബ്രിഗേഡിലെ അടുത്ത പ്രധാനി മനോജ് മുത്തടൻ. 47കാരനായ മനോജ് മുത്തടൻ പെരുമ്പാവൂരിൽ നിന്നും കോൺഗ്രസിന്റെ
ടിക്കറ്റിൽ ജയിച്ച് നിയമസഭയിലേക്ക് എത്തുകയാണ്. മനോജ് മൂത്തേടനാണ് ഇനി അടുത്ത സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത്. മനോജ് മൂത്തേടൻ കഴിഞ്ഞാൽ പിന്നെ ഡോക്ടർ മാത്യു കുഴൽനാടൻ മോറ്റൂർ എം.എൽ.എ, പിന്നീട് വരുന്നു ബേപ്പൂർ എം.എൽ.എ ശ്രീ പി എ മുഹമ്മദ് റിയാസ്, മുഹമ്മദ് ഷിയാസ്, അങ്ങനെ പോകുന്നു. അത് നിയമസഭയിൽ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. അപ്പോൾ പെരുമ്പാവൂരിന്റെ സാരഥിയായി ആദ്യ അംഗത്തിൽ അദ്ദേഹം ജയിച്ച് നിയമസഭയിലെത്തുകയാണ്. പെരുമ്പാവൂർ എന്ന് പറയുന്ന നിയോജകമണ്ഡലം നമുക്കറിയാം, അവിടെ ഏറെ അതിഥി തൊഴിലാളികളൊക്കെ ഉള്ള നിരവധി വ്യത്യസ്തമായ വെല്ലുവിളികളൊക്കെ ഉള്ള ഒരു മണ്ഡലമാണ്. ആ ഒരു മണ്ഡലത്തിൽ നിന്നാണ് ആദ്യ ജയം നേടി അദ്ദേഹം നിയമസഭയിലെത്തിയിരിക്കുന്നത്. 47-കാരനായ മനോജ് മൂത്തേടൻ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് പെരുമ്പാവൂരിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ചപ്പോൾ അവിടുത്തെ നിയമസഭാ സാമാജികനായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. മൂവാറ്റുപുഴയിലെ ഡോക്ടർ മാത്യു കുഴൽനാടൻ സഭയിലേക്ക് വരുന്നു. സഭയിൽ കഴിഞ്ഞ തവണ പ്രതിപക്ഷത്തിരിക്കെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനും മാത്യു കുഴൽനാടനുമായിട്ട് നേർക്കുനേർ പോരാട്ടം കണ്ടതാണ്. പലയാവർത്തി കോടതി വ്യവഹാരങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിന് തിരിച്ചടി കിട്ടിയിട്ടുണ്ടെങ്കിലും അതിലൊന്നും തളരാതെ ഈ പറഞ്ഞ കോടതി വ്യവഹാരം, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം കോടതി വ്യവഹാരങ്ങളുമായി പോവുകയും മുഖ്യമന്ത്രിയും മാത്യുവുമായി നേർക്കുനേർ ഏറ്റുമുട്ടലിൻ്റെ പല കാഴ്ചകൾ, പല രോഷാകുലമായ കാഴ്ചകൾ സഭയിൽ കണ്ടതാണ് മാത്യു കുഴൽനാടൻ. മാത്യു കുഴൽനാടൻ ഇക്കുറി പക്ഷേ ട്രഷറി ബെഞ്ചിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷ നിരയിലല്ല, ഇപ്പുറത്തെ നിരയിലാണ്. 48-കാരൻ യൂത്ത് ബ്രിഗേഡിലെ ഏറ്റവും പ്രധാനി എന്ന് പറയാൻ കഴിയുന്ന ഒരു നേതാവാണ് മാത്യു കുഴൽനാടൻ. ഇക്കുറിയും അത് ഭരണപക്ഷത്തേക്ക് എത്തുമ്പോൾ ആ പോരാട്ട വീര്യത്തിന് കുറവ് വരാതിരിക്കട്ടെ. Dr. Matthew Kulalnadan, having been elected a member of the Legislative Assembly, do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by the law established, that I will uphold the sovereignty and integrity of India, and that I will faithfully discharge the duty upon which I am about to enter. പ്രതീക്ഷിച്ചതാണ്. മാത്യു കുഴൽനാടൻ ഇംഗ്ലീഷിലായിരിക്കും സത്യപ്രതിജ്ഞ. അതെ, മൂന്നാമത്തെ ഇംഗ്ലീഷുകാരനാണ് നിയമസഭയിലെ. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഹാഷ്മി പറഞ്ഞതുപോലെ കഴിഞ്ഞ മുഖ്യമന്ത്രിയോട് നേരിട്ട് പോരാടിയ മാത്യു കുഴൽനാടൻ ഇത്തവണ ഭരണപക്ഷത്തിന്റെ ബെഞ്ചിലും മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ ബെഞ്ചിൽ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ തുടർ പോരാട്ടങ്ങൾ ഈ നിയമസഭയിൽ ഉണ്ടാകുമോ എന്നും നമ്മൾ ഉറ്റുനോക്കുകയാണ്. KPCC വൈസ് പ്രസിഡന്റാണ്, യൂത്ത് കോൺഗ്രസിന്റെ മുൻ ദേശീയ സെക്രട്ടറിയാണ്, നിരവധി നിയമ പോരാട്ടങ്ങളിലൂടെ നിയമസഭയെ വിറപ്പിച്ച നേതാവ് കൂടിയാണ്. മൂവാറ്റുപുഴയെ പ്രതിനിധീകരിച്ച് 48-കാരനായ മാത്യു കുഴൽനാടൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുകയാണ്. മൂവാറ്റുപുഴയിൽ രണ്ടാം തവണയാണ് മാത്യു കുഴൽനാടന്റെ വരവ്. മാത്യു കുഴൽനാടൻ വ്യത്യസ്ത വഴികളിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു MLA ആണ്. അദ്ദേഹത്തിന്റെ പല വഴികൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.